ഒറ്റനോട്ടത്തിൽ പരസ്പര ബന്ധമില്ല എന്ന് തോന്നുന്ന 3 വാർത്തകളെ സംബന്ധിച്ചാണ് ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത് 2022 ഓഗസ്റ്റ് 3-ാം തീയതി സുപ്രസിദ്ധ നോവലിസ്റ്റ് സൽമാൻ റുഷ്ദിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഹാദി മദർ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ഇപ്പോൾ 28 വയസ്സുള്ളൂ. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് അമേരിക്കയിലെ ഫെഡറൽ കോടതി കണ്ടെത്തി. അത് ടെററിസ്റ്റ് ആക്റ്റാണ് എന്നും കോടതി ഫൈൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം നിലവിൽ തന്നെ മറ്റൊരു കേസിൽ 25 കൊല്ലം തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്താണ് ഇതുകൂടി വന്നിട്ടുള്ളത്. പുള്ളിക്ക് മരണശിക്ഷ കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ മരണപര്യന്തം തടവ് ശിക്ഷ കിട്ടാനുള്ള സാധ്യത ഇതുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. ശിക്ഷാവിധി വരാൻ പോകുന്നേ ഉള്ളൂ. കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞു. ജൂറിയുടെ ഫൈൻഡിങ്ങും ഇയാൾക്കെതിരാണ്. ഇനി ജഡ്ജിയുടെ വിധി പ്രസ്താവനയാണ് വരാൻ ബാക്കിയിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഈ മദർ എന്ന് പറഞ്ഞ ആൾ ഇദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ സാത്താനിക് വേഴ്സസ് എന്ന നോവലിലെ 2 പേജ് മാത്രമേ ആകെ വായിച്ചു. ഒരു പേജ് വായിക്കാത്തവരാണ് സാറിന് ഇതുപോലത്തെ ഗുണ്ടായുസത്തിന് പുറപ്പെടാറുള്ളത്. പക്ഷേ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ പരമോന്നത മുൻ നേതാവ് അയത്തുള്ള ഖൊമേനിയുടെ ഒരു ഫത്വ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ജനിക്കുന്നതിന് 8 കൊല്ലം മുമ്പാണ് ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. ഫത്വ പുറപ്പെടുന്നു. ഈ ഫത്വ അനുസരിച്ച് സൽമാൻ റുഷ്ദിയെ കാണുന്നിടത്ത് വെച്ച് കൊല്ലാനുള്ള അധികാരം നൽകിക്കൊണ്ടാണ്. അത് ആദ്യം ഇറാനിൽ മാത്രമേ ബാധകമായിരുന്നുള്ളൂ. പിന്നീട് ലോകത്തെമ്പാടുമുള്ള ഇറാൻകാർക്കും ഇറാൻ വംശജരായ ആളുകൾക്കും അങ്ങനെ ഒരു അനുവാദം കൊടുത്തുകൊണ്ട് പുള്ളി ഫത്വ പുറപ്പെടുവിച്ചു. അത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലുമൊക്കെ ഉള്ള അയത്തുള്ള അനുയായികൾ പ്രചരിപ്പിക്കുകയും അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഇദ്ദേഹം ഈ കഠോരകൃത്യം ചെയ്യുകയുമാണ് ഉണ്ടായത്. റുഷ്ദി കക്ഷിച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വളരെ ദിവസങ്ങൾ അദ്ദേഹത്തിന് ആശുപത്രിയിൽ കഴിയേണ്ടതായിട്ട് വന്നു. അമേരിക്കയിലായതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. വേറെ ഒരിടത്താണെങ്കിൽ ഇപ്പോൾ പരേതനായ സൽമാൻ റുഷ്ദി എന്ന പേരിൽ അറിയപ്പെട്ടത്. ഏതായാലും ഈ പഹയനെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഇനി ശിക്ഷ വിധിക്കുന്ന ജോലിയെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് തീർച്ചയായിട്ടും തസ്ലിമ നസ്രീനെയാണ്. അവർ ബംഗ്ലാദേശുകാർക്ക് അത്ര ഹിതകരമല്ലാത്ത ഒരു കിതാബ് പ്രസിദ്ധീകരിച്ചു. അത് വലിയ വിശ്വസാഹിത്യമൊന്നുമല്ല. എന്നാൽ പോലും അവിടെയുള്ള വിശ്വാസികൾ വളരെയധികം പ്രകോപിതയാക്കി ഇവരെ തട്ടിക്കളയണം എന്ന ആക്രോശം തെരുവുകളിൽ മുഴങ്ങിച്ചു. അവർ ജീവനും കൊണ്ട് ഇന്ത്യയിൽ വന്നു. വളരെ കാലം കാൽക്കട്ടയിലാണ് താമസിച്ചിരുന്നത്. പക്ഷേ അന്ന് CPM ആണ് കാൽക്കട്ട ഭരിച്ചിരുന്നത്, പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മതേതര ജനാധിപത്യ പുരോഗമന നവോത്ഥാന സർക്കാരിന് പോലും ഇവരുടെ സാന്നിധ്യം താങ്ങാൻ കഴിയുന്നതിലധികമായി. അങ്ങനെ അവരോട് നാട് വിട്ടു പോകാനായിട്ട്, നാട് വിട്ടു പോകാൻ മീൻസ് കാൽക്കട്ട വിട്ടു പോകാനായിട്ട് അന്നത്തെ മാർക്സിസ്റ്റ് സർക്കാർ ആവശ്യപ്പെട്ടു. അങ്ങനെ കാൽക്കട്ട വിട്ടുപോയി. 2007 അവർ കൽക്കട്ട വിട്ട് പോയത്. CPM നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് അവർ പോയതല്ല, നിർബന്ധിച്ചിട്ട് പോയതല്ല, പോകിയാൽ തരക്കേടില്ല എന്ന് പറഞ്ഞപ്പോൾ വിട്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. ഏതായാലും 19 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം തസ്ലിമ നസ്രീൻ കാൽക്കട്ടയിൽ തിരിച്ചു വന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിയുന്ന വാർത്ത. ഇത് സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രത്തിലുണ്ടായി. ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവർ വന്നപ്പോൾ അവിടുത്തെ BJPക്കാർ ഇവർക്ക് വലിയ സ്വീകരണം കൊടുത്തു. സാക്ഷാൽ സുവേന്ദു അധികാരി, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി തന്നെ വന്ന് അവർ എതിരേറ്റു എന്നാണ് പറയുന്നത്. ഏതായാലും കൽക്കട്ടയിലും പരിസരത്തുമുള്ള തീവ്രവാദികൾക്ക്, ഉഗ്രവാദികൾക്ക്, ജിഹാദികൾക്ക് പണി കൂടി എന്നല്ലാതെ എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഏതായാലും തസ്ലിമ നസ്രീൻ കൽക്കട്ടയിൽ എത്ര കാലം സന്തോഷത്തോടെ ജീവിക്കും എന്ന് നമുക്കറിയില്ല. കുറച്ചു കാലമെങ്കിലും ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇനി ഇതിനോട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിൽ പോലും മറ്റൊരു കാര്യം, ബംഗ്ലാദേശിൽ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വാർത്ത മിക്കവാറും എല്ലാ പത്രത്തിലുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കും. ബംഗ്ലാദേശിൽ കാലെടുത്ത് ഊത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്യും. അവർ നിലവിൽ തന്നെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയാണ് എന്നാണ് അവിടുത്തെ സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നത്. സർക്കാരിൻ്റെ മുന്നറിയിപ്പൊന്നും എനിക്ക് ബാധകമല്ല. ഞാൻ ജനിച്ച മണ്ണ് ബംഗ്ലാദേശാണ്. എൻ്റെ അന്ത്യവും അവിടെ തന്നെ ആകട്ടെ, മരണത്തെ എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞ് ധൈര്യസമേതം ബംഗ്ലാദേശിലേക്ക്, അതായത് ഡാക്കയിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ മകൾ ഷെയ്ഖ് ഹസീന. അവർക്ക് എന്ത് സംഭവിക്കും, അവരുടെ അന്ത്യം എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല. ഏതായാലും ആ ധീര വനിതയെയും ഞാൻ സല്യൂട്ട് ചെയ്യുന്നു.
ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സമയാസമയത്ത് വീണ്ടും ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാകും എന്ന് വിചാരിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.